നമസ്കാരം. ഊട്ടിയിലേക്കാണ് ഇത്തവണത്തെ യാത്ര. മസിനഗുഡി വഴി ഊട്ടി. പയ്യന്നൂരിൽ നിന്നും പുറപ്പെട്ട് വയനാട് സുൽത്താൻ ബത്തേരി വഴി ഗൂഡല്ലൂരിൽ നിന്നും മസിനഗുഡി. സിനിമയിലെ ഒരു ഡയലോഗിൻ്റെ പേരിൽ ട്രെൻഡിങ് ആണ് എന്നതിലുപരി നല്ല നിബിഡ വനപ്രദേശമാണ് മസിനഗുഡി. ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൻ്റെയും മുതുമല ടൈഗർ റിസർവിൻ്റെയും ഒക്കെ ഓരം ചേർന്ന് കിടക്കുന്ന മനോഹരമായ ഒരു ഭൂപ്രകൃതി. മോയാർ വാട്ടർഫാൾസ്, തെപ്പേക്കാട്ട് എലിഫൻറ്റ് ക്യാമ്പ്, വൈൽഡ് ആൻഡ് സഫാരി പാർക്ക്, പിന്നെ നീലഗിരിയുടെ മനോഹരമായ വ്യൂ. അങ്ങനെ അത്യാവശ്യം 1-2 ദിവസം ചിലവഴിക്കാനുള്ള വക മസിനഗുഡി പ്രദേശത്തുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും തണുപ്പ് കുറവായിരുന്നു. ഒരു നൈറ്റും ഒരു പകലുമാണ് ഞങ്ങൾ മസിനഗുഡിയിൽ പ്ലാൻ ചെയ്തത്. agoda.com വഴിയായിരുന്നു ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഫേക്ക് അഡ്രസ്സ് ആയിരുന്നു. അവരെ അറിയിച്ചപ്പോൾ അപ്പോൾ തന്നെ മറ്റൊരു വില്ല ബുക്ക് ചെയ്ത് തന്നു. രാത്രി വരെ മസിനഗുഡി പ്രദേശങ്ങളിലൊക്കെ ഒന്ന് കറങ്ങി അതിരാവിലെ തന്നെ തെപ്പേക്കാട് എലിഫൻറ്റ് ക്യാമ്പിലേക്ക് അവിടെ നിന്നൊരു സഫാരി ഉദ്ദേശത്തിൽ പുറപ്പെട്ടു. നല്ല വിഷ്വലാണ്. കോടമഞ്ഞുണ്ട്, ചുറ്റും ധാരാളം മാനുകൾ, ഒപ്പം ഒരു കരടിയെയും കാണാൻ പറ്റി. മയിലുകളും കുരങ്ങുകളും ഒക്കെ ഉണ്ട്. പലതരത്തിലുള്ള മാനുകൾ റോഡിൻ്റെ സൈഡിലായിട്ട് ധാരാളമായിട്ട് കാണാം. ഓവർ പോപ്പുലേഷൻ പോലെയാണ് നമുക്ക് തോന്നിക്കുക. തെപ്പേക്കാട് എലിഫൻറ്റ് ക്യാമ്പിൻ്റെ മുന്നിൽ നിന്നും ഫോറസ്റ്റിൻ്റെ ബസ് സഫാരി ഉണ്ട്. 300 രൂപയാണ്. 1.5-2 മണിക്കൂർ ഫോറസ്റ്റിലൂടെ കറങ്ങി പുറപ്പെട്ട സ്ഥലത്ത് തന്നെ എത്തിക്കും. പിറകിലാണെങ്കിലും ഫസ്റ്റ് ബസ്സിൽ തന്നെ സീറ്റ് കിട്ടി. 7 പറഞ്ഞ് 8 മണിയാകുമ്പം അവിടെ നിന്ന് പുറപ്പെട്ടു. മൃഗങ്ങളെ സൈറ്റ് ചെയ്യാനൊക്കെ രാവിലത്തെ യാത്ര തന്നെയാണ് ബെസ്റ്റ്. കൂടുതലും മാനുകൾ, മയിൽ, കുരങ്ങ്, കാട്ടുപോത്ത്, ഒപ്പം വളരെ വിദൂരത്തിൽ നിന്നുള്ള ആനയുടെ ഒരു സൈറ്റിങ്. അങ്ങനെ അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ട് വനത്തിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് 2 മണിക്കൂറോളം ബസ്സിൽ ചിലവഴിച്ചു. വളരെ നല്ലൊരു സഫാരി തന്നെയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഒരു 11 മണിയോടുകൂടി ചെക്കൗട്ട് ചെയ്ത് മസിനഗുഡിയിൽ നിന്ന് ഊട്ടിയിലേക്ക് പുറപ്പെട്ടു. 36 ഹെയർപിൻ വളവോട് കൂടിയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു പാതയാണ് മസിനഗുഡി ടു ഊട്ടി. കേരള ഡ്രൈവിംഗ് ലൈസൻസ് വെച്ച് മസിനഗുഡി ടു ഊട്ടി നമുക്ക് പോകാം. പക്ഷേ ഊട്ടി ടു മസിനഗുഡി കയറി വരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. 30 കിലോമീറ്ററേ ഉള്ളൂ എങ്കിൽ കൂടി നല്ല മനോഹരമായ, അത്യാവശ്യം സമയം എടുക്കുന്ന ഒരു യാത്ര തന്നെയാണ് മസിനഗുഡി ടു ഊട്ടി. നമ്മൾ ഉച്ചയോട് കൂടിയിട്ട് ഊട്ടിയിലെത്തി. ഓയോ റൂംസിൻ്റെ ഒരു റൂമാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ബാഗൊക്കെ വെച്ച് ബൊട്ടാണിക്കൽ ഗാർഡൻ,
ബോട്ട് ഹൗസിൽ നിന്നും കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരുമ്പോഴാണ് ഒരു അമ്പല ശ്രദ്ധയിൽപ്പെട്ടത്. കാശി വിശ്വനാഥൻ ടെമ്പിൾ. വളരെ മനോഹരമായ ചെറിയൊരു ക്ഷേത്രം. ഊട്ടിയിൽ വന്നാൽ ടോയ് ട്രെയിൻ കയറട്ടെ. ഊട്ടി കുണൂർ മേട്ടുപ്പാളയം റൂട്ടാണ് പൊതുവെ കണ്ടുവരുന്നത്. അത് ഊട്ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര തിരക്കാണ്, ടിക്കറ്റ് കിട്ടാനും ബുദ്ധിമുട്ടാണ്. IRCTC വഴി തന്നെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ കസിൻ സജസ്റ്റ് ചെയ്തൊരു ഐഡിയ ആയിരുന്നു കുണൂർ ടു ഊട്ടി. കുണൂർ എന്ന സ്റ്റേഷനിലേക്ക് ബസ്സിൽ രാവിലെ തന്നെ പുറപ്പെട്ടു. അപ്പോൾ യാത്രകളും കാഴ്ചകളൊക്കെ കണ്ട് കുണൂർ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് തിരിച്ച് ഈസി ആയിട്ട് ടിക്കറ്റ് കിട്ടിയിരുന്നു, വലിയ തിരക്കുണ്ടായിരുന്നില്ല. ഒരു പഴയ സ്റ്റേഷൻ. ആ പഴയ റെയിൽവേ സ്റ്റേഷനും പരിസരവും സ്റ്റീം എഞ്ചിനും ഒക്കെ അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ട് ഒരു അരമണിക്കൂർ അവിടെ ചിലവഴിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ട്രെയിനെത്തി. കുട്ടികളെല്ലാവരും വളരെ ആവേശത്തിലാണ്. മനോഹരമായ ഒരു ട്രെയിൻ യാത്രയും ആസ്വദിച്ച് തിരിച്ച് ഞങ്ങൾ ഊട്ടിയിലെത്തി. ഊട്ടി സ്റ്റേഷനിൽ തന്നെ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഒരു മ്യൂസിയം ഒരുക്കിയിട്ടുണ്ട്. ട്രെയിനിൻ്റെ പഴയകാല ചരിത്രങ്ങൾ പറഞ്ഞു തരുന്ന, അത്യാവശ്യം പഴയ ഉപകരണങ്ങളൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്ന ഒരു റൂമാണ്. ഊട്ടി തമിഴ്നാട് ഇന്നാണ് ഇലക്ഷൻ, അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഹോട്ടലുകളും അടഞ്ഞു കിടക്കുകയാണ്. ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ തപ്പിപ്പിടിച്ച് അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിച്ച് തണ്ടർ വേൾഡ് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്നതും അതോടൊപ്പം ഒരു ഹാഫ് ഡേയോ അതിലധികമോ ചിലവഴിക്കാവുന്ന ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ് തണ്ടർ വേൾഡ്. മറ്റൊരു യാത്രയിൽ വീണ്ടും കണ്ടുമുട്ടാം. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. നാറാസ് ലൈഫ്.